ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബോർഡ് കാണുന്നില്ലേ? സംഗീത് സാർ, ഞാൻ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ആൻസർ. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, സോ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്തത് ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ ഒരു ന്യൂമറിക്കൽ ആയിരുന്നു, ഒരു കുറച്ച് കോംപ്ലക്സ്, അതായത് 6 നമ്പർ ഓഫ് ലിങ്ക്സ് ഉള്ള ഒരു കൈനമാറ്റിക് ചെയിൻ അല്ലെങ്കിൽ മെക്കാനിസം ഉപയോഗിച്ചിട്ട് വി ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ to locate the isomers and finally we have to arrive at the velocities and angular velocities. അപ്പൊ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കിനാ അത്? ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, 15 ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. 15 കിട്ടുന്നുണ്ടോ? അതിലൊരു 3 ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എക്സാക്ട്ലി ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന ഒന്നാണ് ഇൻഫിനിറ്റിയിൽ കിടക്കുന്നത്. 3 കിട്ടുന്നില്ല. 3 ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ലേ? യെസ്, കറക്റ്റ്. സോ 13 നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, I'll do one thing. ഞാൻ അതിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ അതിന്റെ PDF എടുത്തിട്ട് അയച്ചു തരാം. നിങ്ങൾ ഇപ്പൊ ചെയ്തു വെച്ച സാധനം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഐ ക്രിയേറ്റ് അസൈൻമെന്റ് നമ്പർ 1. സോറി, ഫസ്റ്റ് മൊഡ്യൂളിന്റെ അസൈൻമെന്റ് ഒന്നും തന്നിട്ടില്ലല്ലോ. ആ അസൈൻമെന്റ് നമ്പർ 1 ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടാം. നിങ്ങൾ ഇപ്പൊ ചെയ്തു വെച്ച സാധനം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഏതെങ്കിലും ഒരു ഇൻവേർഷനോ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടി അസൈൻമെന്റിൽ ചോദിക്കും. അത് നിങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഏത് ഡേറ്റിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെങ്കിലും പറയാം. ഞാൻ എന്താ പോകുന്നതെന്നും പറയാം. കണ്ടുപിടിക്കുന്ന മാത്രമല്ലേ ഐസെന്റർ കണ്ടുപിടിക്കുന്നത് നിങ്ങളിപ്പോ ചെയ്തത്. ശരിക്ക് ഞാൻ ഇന്നലെ യൂട്യൂബിലിട്ട വീഡിയോയിലും നമ്മൾ ഫൈനലായിട്ട് ആ സ്പെഷ്യൽ ക്ലാസ് എടുത്തെന്നും എങ്ങനെയാണ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി വെലോസിറ്റീസ്, ചോദിച്ച വെലോസിറ്റി, അതായത് ലീനിയർ വെലോസിറ്റി പ്ലസ് ആംഗുലർ വെലോസിറ്റി, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദം യൂസിങ് ലൊക്കേറ്റിംഗ് ഐസെന്റേഴ്സ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ലൊക്കേറ്റിംഗ് ഐസെന്റേഴ്സ് മാത്രമല്ല, ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ യു ഹാവ് ടു ഫൈൻഡ് 3 ലീനിയർ വെലോസിറ്റീസ് ആൻഡ് 3 ആംഗുലർ വെലോസിറ്റീസ് ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ഐസെന്റേഴ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ അതിലെ ഏതൊക്കെ ലീനിയർ വെലോസിറ്റി ആണ് ഏതൊക്കെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൂടി ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കിട്ടുമോന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. അതിന്റെ സൊല്യൂഷൻ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. കാരണം അത് വീണ്ടും ഡിസ്കസ് ചെയ്യണമെങ്കിൽ അഗെയിൻ നമ്മളെ ഇന്നത്തെ പീരീഡ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഐസെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിലാവേണ്ട കാര്യങ്ങൾ, ബാക്കി അതിന്റെ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങളിപ്പോ ചെയ്യണമെന്ന് വെച്ചാൽ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ്, അതായത് ഏതൊക്കെയാണ് 3 ലീനിയർ വെലോസിറ്റി അല്ലെ, അത് ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാ? ലീനിയർ വെലോസിറ്റിയോ VB VC VD 3 ലീനിയർ വെലോസിറ്റിയും ഒമേഗ AB ഒമേഗ BC ഒമേഗ CD 3 ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് അതിലുള്ളത്. ഓർമ്മയുണ്ട്? അത് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ. ആ വെലോസിറ്റീസ് ആംഗുലർ വെലോസിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കുക. ഞാനത് അസൈൻമെന്റ് ആയിട്ട് തരാം. ഓക്കെ, അസൈൻമെന്റിൽ ഞാൻ ഇതിൽ ലൊക്കേറ്റിംഗ് ഐസെന്റേഴ്സ് മാത്രമേ വെക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളെ സെക്കൻഡ് മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളെ റിലേറ്റീവ് ആക്സിലറേഷൻ എന്ന ടോപ്പിക്കാണ്. റിലേറ്റീവ് ആക്സിലറേഷൻ ഏതെങ്കിലും ഒരു മെക്കാനിസം, ടിൽ നൗ നമ്മൾ വെലോസിറ്റീസ് ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് വെലോസിറ്റി ടൈം ഡിപെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ വി ക്യാൻ അറൈവ് അറ്റ് ആക്സിലറേഷൻ. സോ ഫോർ ഫൈൻഡിങ് ഔട്ട് ആക്സിലറേഷൻ വാട്ട് വി ഷുഡ് ഹാവ് ഈസ് ബേസിക്കലി വി ഷുഡ് ഹാവ് ദ വാല്യൂസ് ഫോർ വെലോസിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്സിലറേഷനിലേക്ക് എത്താൻ പറ്റൂ. ഈ വെലോസിറ്റീസ് അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്ററിലൂടെ മനസ്സിലാക്കിയത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് വെലോസിറ്റി അപ്രോച്ച് ആണ്. ഈ അപ്രോച്ച് കമ്പയർഡ് ടു ഐസെന്റർ എ ലിറ്റിൽ ബിറ്റ് മോർ ഇമ്പോർട്ടന്റ് ആണ്. Reason is, using relative velocity approach, you will have to find out accelerations also. Think about a kinematic chain. Kinematic chain mechanism ആകുമ്പോൾ kinematic chain ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു ലിങ്കിന് ഇൻപുട്ട് മോഷൻ കൊടുക്കേണ്ടി വരും. ആ ഇൻപുട്ട് മോഷൻ കറസ്പോണ്ടിങ് ആയിട്ട് റിലേറ്റീവ് ആയിട്ട് മോഷൻസ് ഉണ്ടാവും ബാക്കി എല്ലാ ലിങ്കിലും. സോ ദീസ് റിലേറ്റീവ് മോഷൻസ് ജനറേറ്റ്സ് വെലോസിറ്റീസ് ആസ് വെൽ ആസ് ആക്സിലറേഷൻസ്.
So in order to find out the accelerations of various links in the mechanism, what we should have with us is the values of different velocities. ഈ വെലോസിറ്റിയിൽ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടാവും, അബ്സല്യൂട്ട് വെലോസിറ്റി ഉണ്ടാവും. ജസ്റ്റ് ഇമാജിൻ രണ്ട് ടേം ഉണ്ട്. ഓക്കെ, just keep in your mind two terms, relative velocity and absolute velocity. Okay, imagine you are traveling by a train. നിങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് കേൾക്കാം. Now ട്രെയിന് മൂവ് ചെയ്യുന്നത് റെയിൽസിന്റെ മേലെ കൂടിയാണ്. ഈ റെയില് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഏർത്തിന്, അതായത് ഗ്രൗണ്ടിലാണ് അല്ലെ. സോ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏർത്ത് ആയിട്ട് എടുത്താൽ ഈ ട്രെയിനിന് ഒരു സ്പീഡ് ഉണ്ടാവും ഇല്ലേ. ഏർത്ത് ഒരു ഫിക്സഡ് പ്ലാറ്റ്ഫോം ആയിട്ട് കൺസിഡർ ചെയ്താൽ യു ക്യാൻ അറ്റൈൻ എ സ്പീഡ് ഓർ വെലോസിറ്റി വാല്യൂ ഫോർ ദ ട്രെയിൻ. ആ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ദി അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല? ഓക്കെ, ഈ ട്രെയിനിൽ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, യു ആർ ട്രാവലിംഗ് ഇൻ ദ ട്രെയിൻ അല്ലെ. അപ്പോ നിങ്ങൾക്കൊരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി നിങ്ങളിപ്പോ ട്രെയിനിൽ വെറുതെ ഐഡിയലായിട്ട് ഇഫ് യു ആർ ജസ്റ്റ് സിറ്റിംഗ് ഇൻസൈഡ് ദ കമ്പാർട്ട്മെന്റ് ഇൻ എ ട്രെയിൻ, ദ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ വിൽ ബി സെയിം ആസ് ദ വെലോസിറ്റി ഓഫ് യു ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലെ. നിങ്ങൾക്ക് രണ്ടാൾക്കും ട്രെയിനിലും നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ ഒരേ വെലോസിറ്റി ആയിരിക്കും. Now suppose you are walking from one compartment to the other compartment. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു വെലോസിറ്റി ഉണ്ടല്ലോ ഇല്ലേ, നിങ്ങൾ നടക്കുന്നല്ലേ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ. നിങ്ങൾ ഒരു റിജിഡ് ബോഡിയാണ്, യു ആർ ഹാവിങ് എ മോഷൻ. ബട്ട് ദിസ് റിജിഡ് ബോഡി, അതായത് നിങ്ങൾ ഉള്ളത് എവിടെയാണ്? ഒരു ട്രെയിനിൻ്റെ ഉള്ളിലാണ്. ട്രെയിൻ ഇറ്റ്സെൽഫ് ഇസ് ഹാവിങ് എ വെലോസിറ്റി. ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് വെലോസിറ്റി ഉണ്ട്. ആ രണ്ട് വെലോസിറ്റി നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ the perspective of viewing those two velocities are, you as an individual is having an absolute velocity. ആ absolute velocity എന്താണ്? എർത്ത് അല്ലെങ്കിൽ ഫിക്സഡ് ഗ്രൗണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വെലോസിറ്റി, നിങ്ങൾക്കുള്ള വെലോസിറ്റിയാണ് അബ്സല്യൂട്ട് വെലോസിറ്റി. ബട്ട് ആസ് യു ആർ മൂവിങ് ഇൻസൈഡ് എ റണ്ണിങ് ട്രെയിൻ, you can again view the velocity in a different perspective. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വെലോസിറ്റിനെ ഏത് രീതിയിലും കൂടി പറയാം. You are having a relative velocity with respect to the movement of the train. ഇങ്ങനെയും പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? സോ ഈ കൺസെപ്റ്റ് ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാവും. നിങ്ങളൊരു മൂവിങ് ട്രെയിനിൽ യാത്ര ചെയ്യണം. നിങ്ങൾ ഇഫ് യു ആർ സിറ്റിംഗ് ഐഡിൽ ഇൻ ദാറ്റ് ട്രെയിൻ, നിങ്ങൾക്കും ട്രെയിനിനും ഒരേ വെലോസിറ്റിയാണ്. അത് ഗ്രൗണ്ടിന്റെ മേലെ കൂടിയാണ് പോകുന്നത്. ഗ്രൗണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡാറ്റമായി എടുത്താൽ the velocity is absolute. Now suppose if you are standing up and just moving from one compartment to the other, you are having a individual personal velocity. ഈ വെലോസിറ്റിനെ നമുക്ക് രണ്ട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ കാണാം. ഒന്ന് വെലോസിറ്റി ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ദ ഫിക്സഡ് ഡാറ്റം, അതായത് ഗ്രൗണ്ട് എർത്തുമായിട്ട് നിങ്ങൾക്കുള്ള വെലോസിറ്റി വിച്ച് ഈസ് ആൻ അബ്സല്യൂട്ട് വെലോസിറ്റി, ആസ് വെൽ ആസ് ദ വെലോസിറ്റി ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ദ മൂവിംഗ് ട്രെയിൻ, ദാറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ് വെലോസിറ്റി. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ്. സോ അബ്സല്യൂട്ട് വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, ഫൈൻ. സോ നൗ റിലേറ്റീവ് വെലോസിറ്റി അപ്രോച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡിസ്കഷൻ will be totally based on vectors. കുറെ വെക്ടേഴ്സ് വരച്ചിട്ട് വെക്ടോറിയൽ റെപ്രസെന്റേഷനിലൂടെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ഞാൻ ആദ്യം വരച്ച രണ്ട് ഫിഗറിലേക്ക് തന്നെ വരാം. ഇമാജിൻ ഇതൊരു ബോഡി എ എന്ന് പറഞ്ഞ ബോഡിയാണ്. ദിസ് ബോഡി ഈസ് ഹാവിംഗ് a velocity VA. We have another body B. This velocity B is having this body B is having a velocity VB. Now suppose VA is greater than VB. ഇങ്ങനെയാണെങ്കിൽ the velocities of both the bodies രണ്ടും ഒരേ സമയത്ത് parallel പാത്തിലൂടെ മൂവ് ചെയ്യുന്നതായിരിക്കും. ഒരേ സമയത്ത് simultaneously they are moving about a parallel path. Now both the velocities can be expressed as a concept relative to each other. നമുക്ക് എങ്ങനെ പറയാം? Suppose I want to write down the velocity of A with respect to velocity of B. ഞാൻ അതിനെ പറയും VAB എന്ന് denote ചെയ്യും. What is VAB? The velocity or the relative velocity of body A with respect to B. Now this VAB can be represented
ന്യൂമറിക്കലി വയ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ഒക്കെ എങ്ങനെ എഴുതാം? വി എ മൈനസ് വി ബി എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, ഞാൻ വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ. സോ വെലോസിറ്റി ഓഫ് എ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു പോൾ, ഒരു ഫിക്സഡ് പോയിന്റ് ഒ എന്നെടുത്തിട്ട് അവിടുന്ന് ഇതിന്റെ ഇതേ ഡയറക്ഷനിൽ ഞാൻ ഒരു വെക്ടർ വരക്കും. ദിസ് വെക്ടർ റെപ്രസെന്റ്സ് വെലോസിറ്റി ഓഫ് എ. വെലോസിറ്റി ഓഫ് ബി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു ഫിക്സഡ് പോൾ വീണ്ടും ഫിക്സ് ചെയ്യും, ഒ ആയിട്ട് തന്നെ എടുക്കും. ഇതിന്റെ അതേ മാഗ്നിറ്റ്യൂഡിന് കമ്പാരബിൾ ആയിട്ടുള്ള സ്കെയിൽ ഐ വിൽ ഡ്രോ അനദർ വെക്ടർ. ഇതിനെ കമ്പൈൻഡ് ആയിട്ട് എനിക്ക് വരക്കാം. ദിസ് ഫിക്സഡ് പോയിന്റ് പോലെ സിംഗിൾ പോയിന്റ് ആയിട്ട് എടുക്കുക. ഇത് രണ്ട് വെക്ടറും എന്ന രീതിയിൽ, അതായത് വി എ ആണ് ബിഗർ വെലോസിറ്റി. സോ ബിഗർ വെലോസിറ്റി, സപ്പോസ് ദിസ് ഈസ് 10 meter per second and this is 5 meter per second. 2 meter per second values ആണെങ്കിൽ 10 meter per second ഞാൻ 10 centimeter കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. This is a 10 centimeter line. Now this represents fixed point O and this is the vector A. OA എന്ന് പറഞ്ഞ വെക്ടർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? This is the vector OA. ഇതേ വെക്ടറിൽ 5 meter per second എന്ന B എന്ന ബോഡിയുടെ വെലോസിറ്റി ഞാൻ റെപ്രസെന്റ് ചെയ്യാം. 10 meter per second എന്ന വെലോസിറ്റിനെ I took as 10 centimeter. That means 5 meter per second എന്ന വെലോസിറ്റി should be expressed in a 5 centimeter line. അല്ലേ? സോ ഫിക്സഡ് പോയിന്റ് ഓയിൽ നിന്ന് 5 സെന്റിമീറ്റർ ലൈൻ എടുത്താൽ ഈ കിട്ടുന്ന പോയിന്റ് ആണ് ബി. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു സിംഗിൾ വെക്ടർ ആയിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഡബിൾ വെക്ടേഴ്സിന്റെ ആവശ്യമില്ല. ഞാൻ ഈ ആക്ച്വൽ വെലോസിറ്റീസിനെ വാട്ട് ഐ ഹാവ് ഡൺ ഈസ് യൂസിംഗ് മൈ കൺവീനിയൻസ് സ്കെയിൽ ഐ കൺവേർട്ടഡ് ദോസ് വെലോസിറ്റീസ് ഇൻടു വെക്ടർ. അതായത് മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വാല്യൂസിന് വാട്ട് ഐ ഹാവ് ഡൺ ഈസ് ഐ ഹാവ് കൺവേർട്ടഡ് ദം ഇൻടു pictorial representation using centimeter scale. This is a vectorial representation. ഇതിൽ എന്താണ് ഈ വെക്ടേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്? The distance from O to A. ഈ ഡിസ്റ്റൻസിനെ, ഇത്ര സെന്റിമീറ്റർ ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് A ആണ്. അതേസമയം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് B ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഡിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്? This should represent the relative velocities. അല്ലേ? എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ് വെക്ടറിന്റെ ഈ പാർട്ട് ഡിനോട്ട് ചെയ്യുന്നത്. That relative velocity can be expressed as either VAB or this can be expressed as എങ്ങനെ എക്സ്പ്രസ് ചെയ്തതിനാണ് VBA എന്നും പറയാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? VAB എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? The relative velocity of A with respect to B. But if I denote it as VBA, what does this symbolize? The relative velocity of point B or body B with respect to body A. ഇതാണ് ഇതിന്റെ വെക്ടോറിയൽ റെപ്രസെന്റേഷൻ. ടോട്ടൽ വെലോസിറ്റി എത്ര മീറ്റർ, സി ദ ചേഞ്ച് ഇൻ യൂണിറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിൽ ഞാൻ സെന്റിമീറ്റർ എന്ന യൂണിറ്റിലേക്ക്, സി 2 ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ് അല്ലെ? രണ്ട് എൻറ്റയർലി നമുക്ക് ഒരിക്കലും എന്താ പറയാ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ട് ടോട്ടലി ഡിഫറെന്റ് യൂണിറ്റ്സിന് ഐ റിലേറ്റഡ് ദം യൂസിങ് എ വെക്ടർ. ഈ വെക്ടോറിയൽ അപ്രോച്ച് ആണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇലാബറേറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ വെക്ടർ, അതായത് ഇപ്പൊ വാല്യൂസ് ഉണ്ടല്ലോ, 10 meter per second ഉണ്ട്, 5 meter per second ഉണ്ട്. അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഐ ആം ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് VA. ഇതിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് അറിയേണ്ടത്. എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്നറിയണം എന്ന് വിചാരിക്കുക. യൂസിങ് ദിസ് വെക്ടർ ഐ ക്യാൻ സോൾവ് ദിസ്. ഇതിപ്പോ രണ്ടും നോൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മൈനസ് ചെയ്താൽ മതി. 10 5 മൈനസ് ചെയ്താൽ 5 meter per second ആണെന്ന് പറയാം. സപ്പോസ് അങ്ങനെ അല്ലാതെ ആയിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആണെന്നിരിക്കും. ഇത് സിമ്പിൾ എക്സാമ്പിൾ യൂസ് ചെയ്താൽ ഐ എം ജസ്റ്റ് ഡിറ്റക്ടിങ് ഹൗ യു ആർ യൂസിങ്. വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് ദ വെക്ടർ. ഇതിനെ നമുക്ക് ഇലാബറേറ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് VAB നെ ഹൗ ക്യാൻ ഐ റെപ്രസെന്റ് VAB? എങ്ങനെ ഈ വെക്ടോറിയൽ റെപ്രസെന്റേഷൻ ചെയ്യാം? സോ റിലേറ്റീവ് വെലോസിറ്റി VAB നെ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഈസ് വെക്ടറിൽ ഞാൻ അതിനെ എങ്ങനെ എഴുതും? വെക്ടർ BA എന്ന് എഴുതും. ഇതിന്റെ മീനിങ് എന്താണ്? വെക്ടർ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് AB ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം, അതായത് A വിത്ത് റെസ്പെക്ട് ടു B ആണ്. A വിത്ത് റെസ്പെക്ട് ടു B ആണ്. അതായത് ഈ വെക്ടർ ഒറിജിനേറ്റ് ചെയ്യേണ്ടത് B യിൽ നിന്ന് A യിലേക്കാണ്. അതാണ് വെക്ടർ BA എന്ന് എഴുതുന്നത്.
ക്യാപിറ്റൽ വി എ ബി നമ്മൾ എഴുതും. അതിന്റെ അർത്ഥം എന്താ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. അതിനെ വെക്ടറിൽ എഴുതുമ്പോൾ ഞാൻ വെക്ടറിന്റെ സിമ്പിൾ ഇട്ടിട്ട് ബി എന്ന് എഴുതും. വാട്ട് ഡസ് ദാറ്റ് മീൻ? ദ വെക്ടർ ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ബി ആൻഡ് എൻഡിങ് അറ്റ് എ ആണ്. മനസ്സിലാവുന്നില്ല ഈ റെപ്രസെന്റേഷൻ? ഈ റെപ്രസെന്റേഷൻ മനസ്സിലായോ? Okay. How can I equate this one? This can be written as vector OA minus vector OB. The vectorial difference of vector OA minus OB. That means the vector that is originating from O to A, subtract the minus what? The vector that is originating from O to B. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വി ബി എ. മനസ്സിലാണോ? ക്ലിയർ ആണോ? Suppose I want to find out relative velocity of point B with respect to A, അല്ലെങ്കിൽ ബോഡി B with respect to A. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ എങ്ങനെ എഴുതും? This vector relative velocity of B about A should be denoted as vector AB. Vector originates from A to B. അല്ലേ? ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം എങ്ങനെ? വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ. Now what is this one? This is negative of vector OA minus vector OB അല്ലേ? ഈ നെഗറ്റീവ് പുറത്തെടുക്കാൻ ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ടേമും ഒന്നല്ലേ? അല്ലേ? സോ ഇൻ ടേൺ ഇത് എന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ഓഫ് വാട്ട്? ബി എ അല്ലേ? നെഗറ്റീവ് ഓഫ് ബി എ അല്ലേ ഇത്? ദിസ് ഈസ് ഈക്വൽ ടു ബി എ. നെഗറ്റീവ് ഓഫ്, ദാറ്റ് മീൻസ് വെക്ടർ എ ബി ഈസ് നത്തിങ് ബട്ട് വാട്ട്? നെഗറ്റീവ് ഓഫ് വെക്ടർ ബി എ. ഇതിന്റെ മീനിങ് ഒറ്റൊന്നേ ഉള്ളൂ. നമ്മളൊരു വെക്ടറിനെ എ ബി എന്നും ബി എ എന്നും എഴുതിയാൽ രണ്ടിന്റെ അർത്ഥം സെയിം ആണ്. എങ്ങനെ? ഇൻ വാട്ട് സെൻസ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബോത്ത് വെക്ടേഴ്സ് റിമെയിൻ സെയിം. 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതും 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ വാട്ട് ഡസ് ദിസ് നെഗറ്റീവ് സൈൻ ഇംപ്ലൈ? ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് സൈൻ കൺവെൻഷൻ. നമ്മൾ വെക്ടേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട സൈൻ കൺവെൻഷൻ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇത് ഒന്നും കൂടി ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സൈൻ കൺവെൻഷൻ പറഞ്ഞു. സൈൻ കൺവെൻഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് റിഗാർഡിംഗ് റിലേറ്റീവ് വെലോസിറ്റി വെക്ടോറിയൽ അപ്രോച്ച്. ഇതെന്താണ്? രണ്ട് ബോഡി പാരലൽ പാത്തിലൂടെ മൂവ് ചെയ്യുന്നത് അല്ലെ? പാരലൽ പാത്ത് അല്ല എന്ന് വിചാരിക്കുക. ദേ ആർ ഹാവിംഗ് ഇൻക്ലൈൻഡ് പാത്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻക്ലിനേഷൻ ഉള്ള പാത്താണ് വിചാരിക്കുക. ഹൗ ക്യാൻ ബി എക്സ്പ്രസ് ദാറ്റ് ഇൻ വെക്ടോറിയൽ ഫോർമാറ്റ്? സെയിം വേ. നൗ അസ്യൂം body A wheel. This is having a velocity VA. You are having body B. അതേ ഡയറക്ഷൻ ആണ് വിചാരിക്കുക. This is having velocity VB. ഇതിനെ നമുക്ക് എങ്ങനെ വെക്ടോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വെക്ടർ റെപ്രസെന്റേഷൻ, അതായത് ഇവിടെയുള്ള വാല്യൂസ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ആ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന അപ്രോച്ച് വെക്ടേഴ്സ്. അപ്പൊ വെക്ടോറിയലായിട്ട് ഈ മീറ്റർ പെർ സെക്കൻഡ് വാല്യൂ ഉള്ള ഒരു സാധനത്തിന് റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ ചെയ്യണം അല്ലെ? ഇത് എത്ര മീറ്റർ പെർ സെക്കൻഡ്? ഇതിൽ ഏതെങ്കിലും ഒരു മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കൺവീനിയൻസ് സ്കെയിലിലേക്ക് മാറ്റും. അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് ഇത്ര സെന്റിമീറ്റർ ലൈനാണ് ഞാൻ ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആയാലും 3 സെന്റിമീറ്റർ സ്കെയിലേക്ക് മാറ്റിയാൽ മതി അല്ലെ? സോ വെക്ടർ റെപ്രസെന്റേഷൻ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഐ വിൽ സെലക്ട് എ സിംഗിൾ പോയിന്റ്. ഒരു ഒറിജിനേറ്റിംഗ് പോയിന്റ് ആണ് വെക്ടേഴ്സ്. ആ പോയിന്റിന്റെ പേരാണ് പോൾ. ഇതിന് നമ്മൾ പി പോൾ എന്ന് വിളിക്കും. ഇവിടെ ലെറ്റ് ദിസ് പോൾ ബി ഡിനോട്ടഡ് ബൈ O. O എന്ന ആൽഫബറ്റോടെ ഡിനോട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വി എ എത്രയോ മീറ്റർ പെർ സെക്കൻഡ് ആണ്, വി ബി എത്രയോ മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് കൺവീനിയന്റ് ആയിട്ടുള്ള സെന്റിമീറ്റർ സ്കെയിൽ ചെയ്യാൻ മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യും? വെക്ടർസ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബോത്ത് ഇറ്റ് ഷുഡ് ഹാവ്. കറക്റ്റ്. സോ ഐ വിൽ റെപ്രസെന്റ് ദ വെക്ടർ ഫോർ ദിസ് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എ. ഇത്രയും വാല്യൂ ഓഫ് വെലോസിറ്റി ഓഫ് എ ഞാൻ ഒരു വെക്ടർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്.
the direction of that vector should be what? Parallel to A. So ഇതിന് പാരലൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ. ഈ സെന്റിമീറ്റർ വാല്യൂ എങ്ങനെ കിട്ടുന്നത്? ബിക്കോസ് ഐ ഹാവ് കൺവേർട്ടഡ് this particular value of meter per second into a convenient centimeter scale. So E vector represent എന്തിനാണ്? OA represents the velocity vector of body A. VA നെയാണ് ഇത് represent ചെയ്യുന്നത്. ഇത് VA നെയാണ് represent ചെയ്യുന്നത്. Correct? ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? Towards this direction. Next, I want to represent a vector for VB. ഇത്രയും മീറ്റർ പെർ സെക്കൻഡിന് അടുത്തൊരു വെക്ടർ റെപ്രസെന്റേഷൻ ഉണ്ട്. ആ വെക്ടറും സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ പോയിന്റ് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിന് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പാരലൽ ടു ദിസ്. ഇതിന് പാരലൽ ആയിട്ട് ഞാൻ എത്ര സ്കെയിലിലേക്കാണോ ചേഞ്ച് ചെയ്തത് ആ സ്കെയിലിൽ ഞാൻ എന്ത് ചെയ്യും? I will draw another vector. This is parallel to this one. So this point will represent small letter b and this direction will represent VB. രണ്ട് വെക്ടർ. എന്റെ ഉദ്ദേശം എന്താണ്? വെലോസിറ്റി AB, റിലേറ്റീവ് വെലോസിറ്റി VAB കണ്ടുപിടിക്കാനാണ് ഉദ്ദേശം. ആ VAB എന്തായിരിക്കും? The closing side of this polygon. അല്ലെ, A ഉണ്ട് B ഉണ്ട്. ഞാൻ ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്താണ് കിട്ടുന്നത് എന്തായി? ഇത് തന്നെയാണ് നമ്മൾ എന്തായിട്ട് പഠിച്ചത് പണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ. നിങ്ങൾ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടോ? അത് ഫോഴ്സസിന്റെ കേസിലാണ് പഠിച്ചത് അല്ലെ. ഫോഴ്സസിന്റെ കേസിലായാലും ഒരു ഫോഴ്സിനെ നിങ്ങൾ വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതേ അപ്രോച്ചാണ് ഇവിടെ. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആയിട്ടാണ് റിസൾട്ട് എന്താ പറയാ രണ്ട് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് ക്ലോസിംഗ് സൈഡ് പഠിച്ചിട്ടുണ്ട്, പാരലലോഗ്രാം ലോ പഠിച്ചിട്ടുണ്ട്. സെയിം സംഭവം നമ്മൾ എന്ത് ചെയ്യും? വെലോസിറ്റി എന്ന അപ്രോച്ചിലേക്ക് കൊണ്ടുവരും. This closing side or this joining line segment will represent what? The relative velocity of bodies A and B. ഈ relative velocity ക്ക് ഒന്ന് വെക്ടർ ആണ്, ഡയറക്ഷൻ ഉണ്ടാവും. If I denote the arrowhead like this, ഇങ്ങനെയാണ് arrowhead denote ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ വെക്ടർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, എൻഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. That means ഈ വാല്യൂ എന്താണ്? VAB ആണ് അല്ലേ? വെലോസിറ്റി ഓഫ് A about B. കാരണം ഈ വെക്ടർ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒറിജിനേഷൻ ഇവിടുന്നു, ഈ വെക്ടറിന്റെ ഹെഡ് ഇവിടെയും ടെയിൽ ഇവിടെയാണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? വെക്ടറിന് ഞാൻ ഇങ്ങനെയാണ് എയറോഹെഡ് താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് താഴേക്കാണ് ഞാൻ എയറോഹെഡ്, ഇത് എയും ഇത് ബിയും ആണ്. ഈ വാല്യൂ എന്തായി? ഈ വെക്ടറിന്റെ ഹെഡ് എവിടെയാണ്? എ ആണ്. ടെയിൽ എവിടെയാണ്? എൻഡ് എവിടെയാണ്? ബിയിലാണ് അല്ലേ? ഓക്കെ, ഇതിനെ നമുക്ക് നേരത്തെ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. VAB ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വെക്ടർ BA. വെക്ടർ BA. വാട്ട് ഈസ് വെക്ടർ BA? വെക്ടർ OB മൈനസ് വെക്ടർ എഴുതിക്കൂടെ? സോറി, ബി എന്ന് എഴുതുമ്പോൾ വെക്ടർ OA മൈനസ് വെക്ടർ OB എന്ന് എഴുതും അല്ലെ? ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് VB ആണ് വേണമെങ്കിലോ, this is nothing but what? Vector AB, origination from A ending at B. This is equal to what? Vector OB minus vector OA അല്ലെ? This is what? Negative of vector OA minus vector OB. ഇതിന്റെ ടേമിൽ ഇതിനുള്ളിൽ വരും. That is nothing but what? Negative of vector VA. ഇവിടെ നമുക്ക് കിട്ടിയ എന്താ? Vector AB is equal to negative of vector VA. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? വെക്ടോറിയൽ റെപ്രസെന്റേഷൻ. ഇതും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 സെന്റിമീറ്റർ ആണ്. സോ 1 സെന്റിമീറ്റർ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണോ ആ സ്കെയിൽ അനുസരിച്ച് 10 സെന്റിമീറ്റർ ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടേഴ്സ് റിമെയിൻ സെയിം. ഓൺലി തിങ് ഈസ് ഇഫ് യു റൈറ്റ് ഇൻ എ ഡിഫറെന്റ് ഓർഡർ, BA എന്നും AB എന്ന് എഴുതും, അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഈസ് ഇന്റർചേഞ്ച്ഡ്. മനസ്സിലാവുന്നുണ്ടോ? സോ റിലേറ്റീവ് വെലോസിറ്റിയിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടു റെപ്രസെന്റ്
the velocity both in magnitude and direction. Direction എന്നത് റിലേറ്റീവ് വെലോസിറ്റി അപ്രോച്ചിൽ വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ബേസിക് സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഹൗ ആർ വി ഗോയിങ് ടു അപ്രോച്ച് ദ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ്? ആ ബേസിക്സ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് ഇതിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നുമല്ല ചെയ്യുക. യു ഹാവ് ടു ഡയറക്ട്ലി അപ്ലൈ ദിസ് ഇൻ ടു എ ന്യൂമറിക്കൽ പ്രോബ്ലം. ആ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ഡിഫറെന്റ് ലീനിയർ വെലോസിറ്റീസ്, ഡിഫറെന്റ് ആംഗുലർ വെലോസിറ്റീസ്, ആസ് വെൽ ആസ് ഡിഫറെന്റ് ലീനിയർ ആക്സിലറേഷൻസ് ആൻഡ് ഡിഫറെന്റ് ആംഗുലർ ആക്സിലറേഷൻസ്. ഇതൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. സോ അത് മനസ്സിലാവണമെങ്കിൽ ഈ കൺസെപ്റ്റിനെ നമ്മൾ എങ്ങനെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യും എന്നതാണ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സ്ട്രേറ്റ് അവേ വി ജമ്പ് ഇൻ ടു എ ന്യൂമറിക്കൽ. ആ അപ്രോച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരും ഈ കൺസെപ്റ്റ്. ഒരു റഫ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ആദ്യം ഇന്നലെ ഞാൻ തന്ന ആ 6 ലിങ്ക് മെക്കാനിസം ആലോചിക്കുക. ദാറ്റ് മെക്കാനിസം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഒരു റെപ്രസെന്റേഷൻ ആണല്ലേ. അപ്പൊ ആ റെപ്രസെന്റേഷൻ നിങ്ങൾ എന്താ ചെയ്യാ? ക്വസ്റ്റ്യൻ പേപ്പറിലെ റെപ്രസെന്റേഷൻ ആണല്ലോ. അതേ റെപ്രസെന്റേഷൻ ഞാനിപ്പോ ഇവിടെ വരക്കാൻ പോകുന്നത്. സപ്പോസ് ഇതാണ് 4 ലിങ്ക് മെക്കാനിസം റഫ് ന്യൂമറിക്കൽ തരുന്നതായിരിക്കും. ഓക്കെ, എ ബി സി ഇങ്ങനെ ഒരു ഇമാജിനറി മെക്കാനിസം ഉണ്ടെന്നായിരിക്കും. ഇതിൽ ലെറ്റ് ലിങ്ക് എ ഡി ബി ഫിക്സ്ഡ്. എ ഡി ഫിക്സ്ഡ് ആണ്. ലെറ്റ് ദിസ് ബി ദി ഇൻപുട്ട് ലിങ്ക്. ഇത് ഇൻപുട്ട് ലിങ്ക്, ഇത് ഔട്ട്പുട്ട് ലിങ്ക് ആയിരിക്കും. ഇൻപുട്ട് ലിങ്കിൽ ഈ സെറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, അതായത് ഒരു വർക്ക് ചെയ്യുന്ന മെക്കാനിസം വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോയിലുള്ള ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആ ഫോട്ടോയിലപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എ ബി സെറ്റ് എ പൊസിഷൻ 60 ഡിഗ്രി ഇൻക്ലൈൻ വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ്. ഇങ്ങനെയാണ് വിചാരിക്കുക. ഇതിന് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വിചാരിക്കുക. ആൻഡ് സപ്പോസ് ദിസ് ലിങ്ക് ഈസ് ഹാവിംഗ് എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് 100 RPM. 100 RPM ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യാം. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ, ഇതിൽ കുറച്ച് ലെങ്ത്തും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് എ ഡി ഈക്വൽ ടു 120 mm. എ ഡി 120 mm ആണ്. എ ബി ലെറ്റ് ബി 30 mm ആയിരിക്കും. ലെറ്റ് ബി 30 mm. സി ഡി 60 mm. ആയിരിക്കും. BC ആണ്. BC AD സെയിം ലെങ്ത് ആണ്. ഇതില് സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് C angular velocity of limb C. ഇതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഗിവൺ ഡാറ്റ ഇതാണ് വിത്ത് ദ ഫിഗർ. ഫിഗറിൽ ഒരു അഡീഷണൽ ഡാറ്റയും കൂടി ഉണ്ട്. എന്ത്? 2 അഡീഷണൽ ഡാറ്റ ഉണ്ട്. ഈ ലിങ്കിന്റെ ഇൻക്ലിനേഷൻ 60 ഡിഗ്രി. ഈ ഇൻസ്റ്റന്റ്ലി ദിസ് ഇൻക്ലിനേഷൻ 60 ഡിഗ്രി. As well as AB is the crank. Crank is rotating at 100 RPM. 100 RPM is the constant speed ലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. You are asked to find out omega C. Now suppose angular velocity of CD ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡ് വഴിയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആരും ആൻസർ ചെയ്തത്. ഇഫ് യു ആർ ഗോയിങ് ടു യൂസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ അപ്രോച്ച് എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇൻസ്റ്റന്റേനിയസ് മെഷർ കേൾക്കുന്നില്ല. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ടീം. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് സെന്റർ കാൽക്കുലേറ്റ് ചെയ്യും. ശരി, എന്നിട്ടോ ഇതിൽ എത്ര ഐ സെന്റർ ഉണ്ടാവും? ഇതില് 6 ആണ്. വെരി ഗുഡ്. 4 നമ്പർ ഓഫ് ലിങ്ക് ആണ്. 4 × 4 - 1/2 6. എന്നിട്ട് എന്താ ചെയ്യാം? വെലോസിറ്റീസ് വെലോസിറ്റീസ് ഒന്നുമില്ല, ഈ സ്പീഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഒമേഗ ഈക്വൽ ടു വി ബൈ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ലെങ്ത് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആയിരുന്നു.
അപ്പോൾ വി എ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ലെങ്ത് ഓഫ് ഇൻസിഡൻസ് സെന്റർ. ഓക്കെ, ഏത് വി ആണ്, ഏത് വി, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വി എ ബൈ എ ഐ. അയ്യോ, അല്ല, എ ലെങ്ത് ഓഫ് ഇൻസിഡൻസ് സെന്റർ ഓഫ് എ. ഈ പറയുന്നതെല്ലാം തെറ്റാണ്. തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയാം, നിങ്ങൾക്ക് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ് യു ആർ ഗോയിങ് ടു, എന്താ പറയാ, നിങ്ങൾ ഈ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മാർക്ക് കളയാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇപ്പൊ പറഞ്ഞ ആരെ സംസാരിച്ചത് നിങ്ങൾക്ക് അറിയില്ല, ഇപ്പൊ സംസാരിച്ചത് കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഇത് ആൻസർ ആയിട്ട് എഴുതുമ്പോൾ ഫുള്ള് തെറ്റാണ്. റീസൺ എന്താ പറയാ, ഇതിൽ 6 ഇൻസ്റ്റന്റീനിയസ് സെന്റൻസ് ഉണ്ടാവും അല്ലെ. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്. കാരണം ഞാൻ യൂട്യൂബിലിട്ട വീഡിയോയിൽ പോലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ഒരാളും ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ ക്ലാസ് എടുത്തിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ഒരു അർത്ഥമില്ല കേട്ടോ. ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രം വരക്കണം. ആരെങ്കിലും ചെയ്തോ? കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ ലാർജസ്റ്റ് ലെങ്ത് നോക്കണം. ആ ലെങ്ത്തിനനുസരിച്ച് സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്തിട്ട് ജോമെട്രിക്കൽ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട് ഇത് വരക്കണം. ചെയ്തോ? ചെയ്തില്ല. അതിനുശേഷമാണ് നമ്പർ ഓഫ് ഐ സെന്റർ കണക്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഐ സെന്റർ ചെയ്തതിനു ശേഷം ഞാൻ അടുത്ത ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഐ സെന്റേഴ്സ് ഓർഡറിൽ എഴുതണം അല്ലെ. 4 ലിങ്ക് ഉണ്ട്. ലിങ്ക് ഉണ്ടെങ്കിൽ ആദ്യം ലിങ്ക് നമ്പർ ചെയ്യണമായിരുന്നു. 1, 2, 3. ഇതൊന്നും ചെയ്യാത്തപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയുമ്പോൾ എ, ഐ, ബി എന്നൊക്കെ വരുന്നത്. ആ പറഞ്ഞതൊക്കെ തെറ്റാണ്. ഇങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 4 ലിങ്ക് ഉണ്ട്. I1, 2, I1, 3, I1, 4. ഇതൊന്നും ആരും പറഞ്ഞില്ലല്ലോ. I2, 3, I2, 4, I3, 4. ഇതാണ് 6. ഇത്രയും 6 ഐ സെന്റർ ലൊക്കേറ്റ് എഴുതി കഴിഞ്ഞാൽ എത്ര എണ്ണം മിയർലി ബൈ വ്യൂയിങ് ദ ഫിഗർ നമുക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെയ്തോ? ചെയ്തില്ല. 1 ഉം 2 I1, 2 ഇവിടെ ഉണ്ടാവും. I2, 3 ഇവിടെ ഉണ്ടാവും. I3, 4 ഇവിടെ ഉണ്ടാവും. I1, 4 ഇവിടെ ഉണ്ടാവും. ചെയ്തിട്ടില്ല. ഇതിന് ശേഷമാണ് അടുത്ത 2 ഐ സെന്റർ ലൊക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഐ സെന്റർ ലൊക്കേറ്റ് ചെയ്യേണ്ട കാര്യം ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താ, ഇതിൽ ബാക്കിയുള്ള 2 ഐ സെന്റർ ഉണ്ട്. അതാരാ കണ്ടുപിടിക്കുക? I1, 3 അറിയില്ല. 1, 3 അറിയോ? I2, 4 അറിയില്ല. അതിനുശേഷം എ ബി എന്ന് പറഞ്ഞ ലിങ്കിന്റെ സ്പീഡാണ് തന്നിട്ടുള്ളത്. NAB ആണ് 100 RPM ആയി തന്നിട്ടുള്ളത് അല്ലെ. ഈ 100 RPM നമ്മൾ എന്ത് ചെയ്യണം? ഒമേഗ ആദ്യം കണ്ടുപിടിക്കണം. ഒമേഗ ഓഫ് AB 2πn/60. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആരും കണ്ടിട്ടുണ്ട് നിങ്ങൾ ക്ലാസ്സിൽ? എനിക്ക് ഇപ്പൊ യൂട്യൂബ് എടുത്ത് നോക്കി എത്ര ആൾ വ്യൂ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ആരാണ് വ്യൂ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റില്ല. നമ്പർ ഓഫ് വ്യൂസ് എനിക്ക് കാണാം. ഒരു വീഡിയോന് പോലും ഇതുവരെ 32 വ്യൂ കിട്ടിയില്ല. KTU പറയും ക്ലാസ് എടുക്ക്, ഓൺലൈൻ ക്ലാസ് എടുക്ക്, അത് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എടുക്കുക. KTU അവിടെ പറഞ്ഞു തീർന്നു. കൃത്യമായിട്ട് ഇത്ര അസൈൻമെന്റ് കൊടുക്കണം, ഇത്ര രീതിയിൽ എന്താ പറയാ ഇൻസ്റ്റന്റേനിയസ്, എന്താ പറയാ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ KTU പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആരും ആൻസർ പറയുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞാനിത് അസൈൻമെന്റ് ആയിട്ട് തന്നാൽ എന്താ ചെയ്യാൻ പോകുന്നത്? ആരും 1-2 ആൾ ക്ലാസ്സും ചെയ്തിട്ടുണ്ടാവും. അവർ വാട്സാപ്പിലൂടെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. അത് നോക്കിയിട്ട് നിങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യും. ഇതേപോലെ ഒരു ചോദ്യം വന്നാൽ ആരും ആൻസർ എഴുതൂല, മാർക്ക് 0. യൂട്യൂബിൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കൃത്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ശരിക്കും ഇന്നലത്തെ ക്ലാസ് ഞാൻ എടുത്തത് വേസ്റ്റാ. കാരണം എന്താ പറയാ, ആ വീഡിയോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഇന്നലത്തെ ക്ലാസ് നിങ്ങൾക്ക് കാര്യമുള്ളൂ, വാല്യൂ ഉള്ളൂ. അതിന്റെ വാല്യൂ എഡിഷൻ പോയി, അതിനെക്കൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോ ലാസ്റ്റ് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എന്തുകൊണ്ട് കുറഞ്ഞു?
നിങ്ങൾക്ക് ആരോടും ആൻസറബിൾ അല്ല, നിങ്ങൾക്ക് ആരോടും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ പാരന്റ്സ് ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരോട് നിങ്ങൾ പറയാൻ വന്നാൽ സാർ ഓൺലൈൻ ക്ലാസ് ആണ്, അതിൽ അത്രയേ ഉള്ളൂ, നെറ്റ് കിട്ടുന്നുണ്ടായില്ല, പലതും ക്ലാരിറ്റി ഇല്ല, ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒഴിയും. ആൻസറബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ മാത്രമാണ്. നമ്മൾ എന്താ ആൻസർ കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിലെ വീഡിയോ നോക്കി എനിക്ക് എത്ര നമ്പർ ഓഫ് വ്യൂസ് കാണാൻ പറ്റില്ല, ആരാ നോക്കിയെന്നുള്ളതല്ല എനിക്ക് കാണാൻ പറ്റുള്ളൂ, എത്ര നമ്പേഴ്സ് കണ്ടു എന്നുള്ള എനിക്ക് കാണാമല്ലോ. ക്യാമ്പസിലാണ് നിങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ ഇതെല്ലാം കൃത്യമായി ഞാൻ ചെയ്യിച്ചേനെ. ആസ്ക് യുവർ സീനിയേഴ്സ്. 32 ആളുണ്ടെങ്കിൽ 32 നോട്ട് ഇത് കണ്ടുതരാമല്ലോ, ഇന്നലത്തെ ന്യൂമറിക്കൽ അടക്കം. ഇന്നലത്തെ ന്യൂമറിക്കൽ ഞാൻ കോമൺ ആയിട്ട് ചെയ്യിപ്പിക്കുന്ന എല്ലാ ബാച്ചിനും. അവരെങ്ങനെ ചെയ്യലെന്ന് അറിയാം, അവരെ ഡ്രോയിങ് ബോർഡിൽ കൊണ്ടുപോയിരുത്തും, എന്നിട്ട് വലിയൊരു A3 ഷീറ്റിലാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റ് ഷീറ്റിൽ. ആ ന്യൂസ് പ്രിന്റ് ഷീറ്റിൽ 15 കണ്ടുപിടിച്ചിട്ട് അത് അവരെ നോട്ട്ബുക്കിൽ പേസ്റ്റ് ചെയ്ത് ഒപ്പിക്കാറുണ്ട് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ആ ഒറ്റ പ്രോബ്ലം ചെയ്താൽ ഫസ്റ്റ് മൊഡ്യൂളിലെ കംപ്ലീറ്റ് പോർഷൻ ന്യൂമറിക്കലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം 6 ലിങ്കുള്ള മെക്കാനിക്സ് ഒരിക്കലും എക്സാമിനേഷന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഇനി എന്തായാലും വരില്ല. ഒറ്റ തവണ അത് വന്നിട്ടുള്ളൂ, അതിനുശേഷം ഇതുവരെ 6 ലിങ്കുള്ള മെക്കാനിക്സ് ഒന്നും വന്നിട്ടില്ല. അത് ചെയ്യാൻ പറ്റിയ ഐ സെന്ററിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഒരു ചടങ്ങ് നിർദ്ദേശിച്ച് ഇപ്പൊ തന്നെ വേസ്റ്റിംഗ് മൈ ടൈം ആയിരുന്നു, വെറുതെ സംസാരിച്ച സമയം കളിക്കാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ആർക്കും മെസ്സേജ് അയക്കും, സാർ സമയം കഴിയുന്നു മെസ്സേജ് അയക്കും, സമയം എത്രയായെന്ന് നമുക്കറിയില്ല. 1:30 നിങ്ങളുടെ ടൈം കഴിഞ്ഞല്ലോ. നിങ്ങൾ ഈ പീരീഡിന്റെ അവർ എന്താ പറയാ 50 മിനിറ്റ്സ് എന്നുള്ളത് 40 മിനിറ്റ്സ് ആക്കണം, 45 മിനിറ്റ്സ് ഉള്ളത് വീണ്ടും കുറക്കണം, ബ്രേക്ക് വേണം, അതൊക്കെ ശരി. മൊബൈലിലെ ചാർജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഇത് പഠിക്കുക എന്ന് കൂടി ഒന്ന് ചിന്തിക്കണം. പഠിക്കണ്ടെങ്കിൽ ആരെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണം. ഒരു 40-50% കാര്യം പറഞ്ഞുതരാനുണ്ടെങ്കിൽ ബാക്കിയൊന്നും സ്വന്തമായിട്ട് പഠിക്കാന്ന് വിചാരിക്കാം. അത്രയെങ്കിലും പറഞ്ഞുതരാൻ ഒരാൾ വേണ്ടേ? പറഞ്ഞുതരാൻ ആളുണ്ടെങ്കിൽ അയാൾക്ക് പറഞ്ഞുതരാൻ സമയം വേണ്ടേ? ഒന്നാമത് ഓൺലൈനാണ്. ഇത്രയും ഒരു 40 മിനിറ്റ് നിങ്ങൾ നിങ്ങൾ കഷ്ടിച്ച് അനുവദിച്ചെന്ന സമയമാണ് 40 മിനിറ്റ്. ആ 40 മിനിറ്റ് ഇത്രയും എടുക്കാൻ പറ്റും. ആ എടുത്തത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. എന്നാൽ നിങ്ങളെ പാർട്ട് നിങ്ങൾ ആദ്യം ചെയ്യും, എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. ആരെങ്കിലും എന്നാ ആബ്സെന്റ് എന്ന് പറയുക.